الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും
അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നേടിയെടുക്കാനും അനുഭവിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി കരസ്ഥമാക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക കലണ്ടറിലെ 8ാം മാസം ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. ശഅബാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ അർത്ഥം റമദാനിലേക്ക് നമ്മൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ്. ശഅബാൻ മാസം റമദാനിന് മുമ്പേയുള്ള ഒരു മാസം എന്നതിനപ്പുറത്ത് ഇസ്ലാമികമായി ആരാധനാപരമായിട്ട് തന്നെ പ്രത്യേകം പ്രാധാന്യമുള്ള മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശഅബാൻ മാസത്തിന്റെ ആ നിലക്കുള്ള പ്രാധാന്യത്തോടൊപ്പം ചരിത്രപരമായി ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഖിബ്ല മാറ്റം എന്ന സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. ഹിജ്റ 2ാം വർഷത്തിൽ ഒരുപക്ഷെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഒരു നിയമം എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ആണ് ചരിത്രത്തിൽ ഖിബ്ല മാറ്റം സംഭവിച്ചിട്ടുള്ളത്. നമസ്കാരം അതിനു മുമ്പ് തന്നെ നിർബന്ധമാക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ 10ാം വർഷത്തിൽ ആമുൽ ഹുസ്നിൽ ദുഃഖവർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി സംരക്ഷണമായി വർത്തിച്ചവർ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പിതൃ സഹോദരൻ അബൂ ത്വാലിബും ചെറിയ ഇടവേളകൾക്കിടയിൽ അല്ലാഹുവിലേക്ക് തിരിച്ചുപോയ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ വർഷമാണ് നുബുവത്തിന്റെ 10ാം വർഷം എന്ന് പറയുന്നത്. ആ 2 മരണങ്ങളെ തുടർന്ന് തനിക്കുണ്ടായിരുന്ന സംരക്ഷണവും താങ്ങും തണലുമൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലും സങ്കടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് ആശ്വാസമായി സാന്ത്വനമായി ഇസ്രാ മിഅ്റാജ് യാത്രകൾ ഉണ്ടാകുന്നത്. ആ യാത്രയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ഇസ്ലാമിക ഉമ്മത്തിന് സമ്മാനമായി 5 വക്തിലെ നമസ്കാരങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങൾ അല്ലാഹുവിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളത്, ഫർളാക്കപ്പെട്ടിട്ടുള്ളത്. ആ നമസ്കാരം അന്നു മുതൽ നിർവഹിക്കപ്പെട്ടു പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അത് നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഹിജ്റയ്ക്ക് ശേഷം സംഘടിതമായ സ്വഭാവത്തിൽ ആ നമസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. അങ്ങനെ ഹിജ്റയ്ക്കും ശേഷം ഏതാണ്ട് 2 വർഷം പൂർത്തിയാകുന്ന ഒരു വേളയിലാണ് ശഅബാൻ മാസത്തിൽ ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട്
ബാധകമാകുന്ന വളരെ സുപ്രധാനമായ ഒരു നിയമം അഥവാ ഖിബ്ല മാറ്റം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. നമസ്കാരം ഫർളാക്കപ്പെട്ടതിന് ശേഷം ഖിബ്ല മാറ്റം സംഭവിക്കുന്നത് വരെയുള്ള ഏതാനും വർഷങ്ങളിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഒക്കെ നമസ്കാരം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാണ് നിർവഹിക്കപ്പെട്ടിരുന്നത്. അതിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ലോകത്ത് അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഭവനമെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാനുള്ള നിർദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അവതരിക്കുന്നത്. അത് അവതരിച്ചത് ഒരു ശഅബാൻ മാസത്തിലാണ്. കുറച്ചുകൂടി കൃത്യതയിൽ ചില ചരിത്രകാരന്മാർ പറഞ്ഞതനുസരിച്ച് ശഅബാൻ 17-നാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഖിബ്ല മാറ്റം ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിന്റെ തന്നെ വിശകലനം അനുസരിച്ച് അത്ര ചെറിയ കാര്യമല്ല. ഇങ്ങനെ നമസ്കാരത്തിന് തിരിഞ്ഞു നിന്നിരുന്ന ദിശ മാറുന്നു എന്ന നിലക്ക് മാത്രം പ്രസക്തമായ ഒരു ചരിത്ര സംഭവമല്ല ഖിബ്ല മാറ്റം എന്ന് പറയുന്നത്. മറിച്ച് അത് ഇസ്ലാമിക ഉമ്മത്തിലേക്ക് ലോകത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഏറ്റുവാങ്ങുന്ന അതിനെ അനുധാവനം ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക്, ഒരു സമുദായത്തിലേക്ക് ലോകത്തിന്റെ തന്നെ സാൻമാർഗിക നേതൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറ്റം ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു അത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭമായിരുന്നു അത് എന്നാണ്. ആ ഖിബ്ല മാറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അതിനോട് മക്കയിലുണ്ടായിരുന്ന ആളുകൾ വ്യത്യസ്ത രീതികളിൽ നടത്തിയ പ്രതികരണങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് സയഖൂലു സുഫഹാഉ മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട വിഡ്ഢികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ, എന്തേപ്പോ ഇതുവരെയുണ്ടായിരുന്ന ഖിബ്ലയിൽ നിന്ന് മുഖം തിരിച്ചു കളയാൻ എന്ന ചോദ്യം ഉന്നയിച്ചവരെ കുറിച്ച് മുശ്രിക്കുകൾ ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, മുനാഫിഖുകൾ ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, ജൂതന്മാർ ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരണം നടത്തുകയും അതിനുശേഷം ആ ഖിബ്ല മാറ്റത്തിന്റെ വിശദാംശങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, ഇസ്ലാമിക സമൂഹത്തെ ഒരു മധ്യമ സമൂഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല ജനതക്കും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന, നിയോഗിക്കുന്നതിന്റെ ഒരു സന്ദർഭം കൂടിയാണ് ആ ഖിബ്ല മാറ്റം എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനെ പരാമർശിച്ചിട്ടുള്ളത്. ആ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഉണ്ടായിരുന്ന ദിശയും വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത ഫീഹാ, താങ്കൾ നേരത്തെ തിരിഞ്ഞു നിന്ന ഏതൊരു ഖിബ്ലയിലാണോ താങ്കൾ ഉണ്ടായിരുന്നത് അവിടേക്ക് തിരിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതും ഇപ്പോൾ മാറി നിശ്ചയിക്കുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേവലം മുഖം തിരിച്ചിരിക്കുന്നത് എങ്ങോട്ട് എന്നതിനപ്പുറത്ത് ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈ, ആരൊക്കെയാണ് റസൂലിനെ പിൻപറ്റുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം പിന്മാറിക്കളയുന്നത് ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, അത് അള്ളാഹുവിന് അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കുറെ കാലം അങ്ങോട്ടും പിന്നീട് ഇങ്ങോട്ടും ഒക്കെ ഖിബ്ലയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. വഇൻ കാനത് ലകബീറത്തുൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, സമീപനമൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ അവിടെ ശരിയായ നിലപാടിന്റെ കൂടെ നിൽക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയോടൊപ്പം നിൽക്കുക, റസൂലിന്റെ സുന്നത്തിനോടൊപ്പം നിൽക്കുക, റസൂലിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ ടാസ്ക് ആകുന്നു.
അത് വലിയ ഒരു വെല്ലുവിളിയാകുന്നു. ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്ത് നൽകിയവർക്കല്ലാതെ ആ സമയത്ത് മുഖം തിരിച്ചു കളയാൻ കഴിയില്ല എന്നതുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വമാ കാന അല്ലാഹു ലിയുദിയ ഈമാനക്കും, അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ ഈമാനിനെ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് മുഖം തിരിക്കുന്നു എന്നതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ അല്ലാഹുവിൽ വെച്ചു പുലർത്തുന്ന, അല്ലാഹുവിന്റെ പരമാധികാരത്തിൽ നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസവും പ്രതീക്ഷയും അതിനോടുള്ള അനുസരണവും റസൂലിനോട് നിങ്ങൾ കാണിക്കുന്ന അനുധാവനവും അതുപോലെ തന്നെ പിൻപറ്റലും, ഇതൊക്കെയാണ് പ്രധാനം. ആ വിശ്വാസത്തെ, അള്ളാഹുവാണ് പരമാധികാരി, അതുകൊണ്ട് അള്ളാഹ് ഇപ്പോൾ എങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ, അള്ളാഹു പിന്നെ എന്ന് പറയുന്നു, അപ്പോൾ അങ്ങനെ എന്നതിന് വഴങ്ങിക്കൊടുക്കാൻ മാത്രം അള്ളാന്റെ പരമാധികാരത്തിൽ, അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെ ഭാഗമായി റസൂലിന് വരുന്ന പദവിയിൽ ആ പദവിയെയും ആ പരമാധികാരത്തെയും അംഗീകരിക്കുക എന്നതിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. അതാണ് വലിയ കാര്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് യഥാർത്ഥത്തിൽ അല്ലാഹു സകല മനുഷ്യരോടും അങ്ങേയറ്റം കൃപയുള്ളവനും അങ്ങേയറ്റം കരുണയുള്ളവനുമാകുന്നു. അതല്ലാതെ ഇതൊന്നും വേറെ ഒരു തലത്തിലുള്ള കാര്യങ്ങളല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോ ശഅബാൻ മാസത്തിൽ ഒരു ഖിബല മാറ്റത്തെക്കുറിച്ച് നമ്മൾ സ്മരിക്കുകയും അത് കഴിഞ്ഞാൽ റമദാനിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനുള്ളത് എന്നത് നമ്മൾ അറിയുകയും ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭം ഒരു ദിശാമാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന, ഒരു കൂടുമാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. റമദാനിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഒരു വിശുദ്ധ റമദാൻ കൂടാൻ ഭാഗ്യമുണ്ടായവരാണ് നമ്മളെല്ലാവരും. ആ റമദാനിനെ ഗോഡ് വിട പറഞ്ഞ് പെരുന്നാളാഘോഷത്തിലൂടെ കടന്നുപോയി നമ്മൾ നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിഞ്ഞുപോയതാണ്. അങ്ങനെ തിരിഞ്ഞുപോയപ്പോ പലരും പല വഴിക്കാണ്, പല അളവിലാണ് തിരിഞ്ഞുപോയിട്ടുള്ളത്. നമ്മുടെ ദിശ പലതിലേക്കും മാറിപ്പോയിട്ടുണ്ട്. അള്ളാഹുവിനോട് നമുക്കുണ്ടായിരുന്ന ഒരു ഭവ്യത കഴിഞ്ഞ റമദാനിൽ നമുക്ക് അനുഗ്രഹമായി ലഭിച്ചിരുന്നതാണ്. അള്ളാഹുവിനോടുള്ള ഭയഭക്തി, വിശുദ്ധ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അന്നത്തോട് പാനീയങ്ങളോട് നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു വൈമുഖ്യം അള്ളാന്റെ കൽപ്പന പ്രകാരം, ഇതിലൊക്കെ യഥാർത്ഥത്തിൽ സൂചനയുള്ളത് ഖിബല മാറ്റം പോലെ തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ റമദാനിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ മറുപടിയൊന്നുമില്ല. ശഅബാനിലും അതിനു മുമ്പുള്ള മാസങ്ങളിലുമൊക്കെ ഓരോ ദിവസത്തിന്റെയും പകലുകളിൽ തിന്നുകയും കുടിക്കുകയും അറമാദിച്ച് ജീവിക്കുകയും ചെയ്തതിനു ശേഷം റമദാൻ വരുമ്പോൾ പിന്നീട് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ മറുപടിയില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു നിലപാടാണ്. അള്ളാഹു ഇപ്പോൾ ഇങ്ങനെയാണ് ആവേണ്ടത്, റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പകലുകളിൽ ഇങ്ങനെയാണ് ആവേണ്ടത്, രാവുകളിൽ ഇങ്ങനെയാണ് ആവേണ്ടത് എന്ന് അള്ളാഹ് പറയുന്നു. പരമാധികാരിയായ അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുന്നു. ആ അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നതിന്റെ മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കുന്നു. ആ മാതൃകയെ നമ്മൾ പിൻപറ്റുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ദിശാമാറ്റത്തിന് ശഅബാനിൽ ഇങ്ങനെ, മറ്റു മാസങ്ങളിലൊക്കെ ഇങ്ങനെ, റമദാനിൽ എന്താ ഇങ്ങനെ എന്ന ചോദ്യത്തിന് മറ്റു മറുപടികളൊന്നും യഥാർത്ഥത്തിൽ നമുക്കില്ല. പക്ഷെ ആ സമീപനം കേവലം റമദാനിന്റെ ഒരു കാര്യത്തിൽ മാത്രം സംഭവിക്കേണ്ടതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ ദിശ തെറ്റിപ്പോയാൽ തിരിച്ച് ഖിബിലയിലേക്ക് തന്നെ, യഥാർത്ഥ ഖിബിലയിലേക്ക് തന്നെ, അഥവാ അള്ളാഹുവിന്റെ നേരെ തന്നെ മുഖം തിരിഞ്ഞ് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ അനിവാര്യതയുള്ള വിശ്വാസത്തിന്റെ താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കൊരു പുനരാലോചനയുടെ സന്ദർഭമാണിത്. പ്രത്യേകിച്ചും ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ
മാറ്റി നിർത്തിയാൽ പിന്നീട് ഏതാണ്ട് മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ഷാബാൻ എന്നതാണ്. അപ്പോ റമദാനിലേക്കുള്ള വളരെ കൃത്യമായ ഒരു മുന്നൊരുക്കം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷാബാൻ മാസത്തിലൂടെ നിർവഹിച്ചിരുന്നു എന്നതാണ് റസൂലിന്റെ മാതൃക. ആ റസൂലിന്റെ മാതൃക ഏറിയും കുറഞ്ഞും ഓരോരുത്തർക്കും സാധ്യമാകുന്ന അളവിൽ പരിശീലിക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിന് അനുധാവനം ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാ റസൂലെ മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്ത പോലെ ഈ മാസത്തിൽ എന്താ ഇങ്ങനെ? ഞങ്ങളിങ്ങനെ കാണുമ്പോ, റസൂലിനെ കാണുമ്പോ റസൂൽ നോമ്പ് ഉപേക്ഷിക്കുന്നേ ഇല്ലല്ലോ, എല്ലാ ദിവസവും റസൂലിന് നോമ്പ് തന്നെയാണല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കുമാറളവിൽ എന്താണ് റസൂലെ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത് എന്ന് സഹാബികളിൽ പ്രിയപ്പെട്ടവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാരണങ്ങളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണം, ഈ മാസം റജബിന്, പവിത്രമായ റജബിനും പുണ്യകരമായ റമദാനിനുമിടയിൽ ആളുകൾ അശ്രദ്ധ കാണിക്കുന്ന മാസമാണിത്. അതുകൊണ്ട് ആ മാസത്തെ സവിശേഷമായി പരിഗണിക്കണം. അള്ളാഹുവിന്റെ ഒരു ശരീഅത്തിന്റെ ഒരു രീതിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർ അശ്രദ്ധരായിരിക്കുന്ന വേളയിൽ, അശ്രദ്ധമാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഒരാൾ പരിശ്രമം നടത്തിയാൽ അത് കൂടുതൽ പുണ്യമുള്ള കാര്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഹദീസുകളിൽ വന്നതനുസരിച്ച് അത് വന്നാസു നിയാമു, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ, ജനങ്ങളെല്ലാം ഈ രാവിലെ അശ്രദ്ധരായി അവർ സാധാരണഗതിയിൽ ഉറങ്ങുന്ന സമയത്ത് ആ സമയത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് ആ സമയത്തെ അള്ളാഹുവിനുള്ള ആരാധനകളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പുണ്യം എന്നത് ഖിയാമുൽ ലൈലിൽ വളരെ പ്രധാനമാണ്. അതേപോലെയാണ് റസൂല് ശഅബാൻ മാസത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. റജബ് യുദ്ധങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട അർബഅത്തുൻ ഹുറും, 4 പവിത്ര മാസങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. പിന്നീട് വരുന്ന ഷഅബാന് ശേഷമുള്ള റമദാൻ മാസവും അതിന്റെ പുണ്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിന് രണ്ടിനുമിടയിൽ ആളുകൾ അശ്രദ്ധ കാണിക്കുന്ന ഒരു മാസം എന്ന പ്രാധാന്യമാണ് റസൂൽ അതിന് പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന അമലുകൾ മനുഷ്യന്റേത് എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും 2 തവണയൊക്കെയായി അതിന്റെ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും അതിന്റെ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. വാർഷികമായി നമ്മുടെ അമലുകൾ, നമ്മൾ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ കളിക്കുന്ന കളികൾ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വളരെ കൃത്യമായ കണക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ വാർഷികമായി വാർഷികം എന്ന സ്വഭാവത്തിൽ മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുന്ന, പ്രദർശിപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ് ശഅബാൻ മാസമെന്നും, അതുകൊണ്ട് എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, എന്റെ അമലുകളുടെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ, അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടണമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനാപരമായിട്ട് തന്നെ പ്രത്യേകമായ പ്രാധാന്യവും പുണ്യവും ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള, റസൂൽ തന്റെ ജീവിതത്തിലൂടെ ആരാധനകളോട് പ്രത്യേകമായ അടുപ്പവും താല്പര്യവും കാണിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ് ശഅബാൻ. അതോടൊപ്പം ഒക്കെ തന്നെയുള്ള കാര്യമാണ് ഒരു നന്മകളുടെ ഒരു വലിയ വസന്തകാലം, പുണ്യങ്ങളുടെ ഒരു വലിയ പൂക്കാലം നമ്മുടെ മുമ്പിലേക്ക് റമദാന്റെ രൂപത്തിൽ കടന്നു വരാനിരിക്കുകയാണ്. ആ റമദാനിനെ ജീവിതത്തിൽ നേടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങളുടെ അടിസ്ഥാനം എന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതിനുള്ളിലേക്കുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് കൂടി ശഅബാൻ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന സന്ദർഭമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ അള്ളാഹുവിൽ നിന്ന് വഴിമാറി
പല കാര്യങ്ങളിലും, നമ്മുടെ ഇച്ഛകളിൽ, നമ്മുടെ താല്പര്യങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ അടക്കം നമ്മൾ ദിശ തെറ്റിയിട്ടാണ് ഇപ്പോഴുണ്ടാവുക മിക്കവാറും. കാരണം നമ്മെ അങ്ങനെ പലതിലും ദിശ തെറ്റിപ്പിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾക്ക് ചുറ്റും ഉള്ളത് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പലതിലേക്കും എല്ലാവരും ഒരുപോലെ മുഖം കുത്തി വീണിട്ടുള്ളത് സ്മാർട്ട് ഫോണുകളിലേക്കാണ്. ആ സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയുടെ രൂപത്തിലും അതല്ലാത്ത പ്ലാറ്റ്ഫോമുകളുടെ രൂപത്തിലും അതിവിശാലമായ ലോകമാണ്. നമ്മൾ പലരും അതിൽ പല ദിശകളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ സോഷ്യൽ മീഡിയയുടെ ഫെയിം, തെറ്റായ ഒരു പ്രശസ്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന, ആളുകളെ കൊലക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ശരിതെറ്റുകളൊക്കെ മാറ്റി നിർത്തിയാലും ഒരു മനുഷ്യനെ ആത്മഹത്യക്ക് നിർബന്ധിതനാക്കും വിധം, അത് ഏതോ ഒരു പെണ്ണ് ചെയ്ത പ്രശ്നം എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സമൂഹം മുഴുവൻ എങ്ങനെയാണ് അന്യായമായി ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അയാൾക്ക് തലയുയർത്തി നിൽക്കാൻ ഇനി എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുമാറുള്ള നിർബന്ധിതാവസ്ഥയിലേക്ക് ആളുകളെ തിരിച്ചുവിടുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ഫെയിമിന്റെ, അതൊന്നും യഥാർത്ഥ ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ലോകത്തേക്ക് മുഖം കുത്തി വീണ് അത് കിബിലയാക്കി അവിടെ സകല തരത്തിലുള്ള ധാർമ്മികതയെയും മൂല്യങ്ങളെയും ബലികഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അതിൽ നിന്നൊക്കെ ഒന്ന് പിൻവാങ്ങി അള്ളാഹുവിലേക്ക് ഒരു ഖിബില മാറ്റം നമുക്ക് ആവശ്യമാണ്. നിർബന്ധമായും ഇങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ഒരു പുനർവിചിന്തനവും ഒരു പുനരാലോചനയും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ, റമദാന് വേണ്ടി ഈ ശഅബാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഖിബില മാറ്റത്തിന് സന്നദ്ധമാവുക നമ്മളിപ്പോൾ തന്നെ. ഇനി ഒട്ടും സമയം പാഴാക്കാതെ എവിടെയൊക്കെയാണോ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ ഏതൊക്കെ ദിശകളിലേക്കാണോ തെറ്റായ രീതിയിൽ, അനിസ്ലാമികമായ രീതിയിൽ നമ്മൾ മുഖം തിരിച്ചു നിൽക്കുന്നത്, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ, നമ്മുടെ സാഹിത്യ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ഭരണ മേഖലകളിലൊക്കെ ഇടപെടുമ്പോൾ ഒക്കെ പലതിലും നമ്മൾ അനിസ്ലാമികമായ ഖിബലകളിലേക്ക്, അല്ലെങ്കിൽ തെറ്റായ ഖിബലകളിലേക്ക് മുഖം തിരിഞ്ഞും മുഖം കുത്തി വീണുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുനരാലോചനയുടെ സമയമായിരിക്കുന്നു. നമ്മുടെ അമലുകൾ, അങ്ങനെ നമ്മൾ ഖിബില തെറ്റി നിന്ന് നിർവഹിച്ചിട്ടുള്ള നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ പോവുകയാണ്. അത് അള്ളാഹുവിന്റെ കോടതിയിൽ സമർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ ഒന്ന് മനസ്സ് വെച്ച് ചെയ്തതിനെ കുറിച്ച് ഒന്ന് പുനരാലോചന നടത്തി, തെറ്റുപറ്റിയതിനെ അടയാളപ്പെടുത്തി ആ തെറ്റിനോട് കണ്ണ് നിറഞ്ഞ് മനം പിടച്ച് അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്തി ഒന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ, ഒന്ന് തൗബ ചെയ്യാൻ സാധ്യമായാൽ ആ റിപ്പോർട്ട് അള്ളാഹു അതിലുള്ള തെറ്റുകളെല്ലാം മായ്ച്ചു കളഞ്ഞ് അള്ളാഹു കബൂൽ ചെയ്യാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട് എന്നത് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയുക. ആ നിലക്ക് ആലോചിക്കുക, ഒന്ന് ദിശ മാറി ആലോചിക്കുക, അള്ളാഹുവിലേക്കൊന്ന് മുഖം തിരിക്കുക. നമസ്കാരത്തിൽ വന്നു നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിലേക്ക് മുഖം കൊടുക്കാൻ കഴിയാത്ത വിധം ഭൗതികമായ ആസക്തികൾ നമ്മളെ മതിച്ചിട്ടുള്ള നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ ഏത് നമസ്കാരമാണ് ഇപ്പൊ നിസ്കരിച്ചിറങ്ങിയത് എന്നതുപോലും മറന്നുപോകുമാറ് സോഷ്യൽ മീഡിയയുടെ ലോകവും ഭൗതിക ആസക്തികളും നമ്മെ തെറ്റായ ദിശകളിലേക്ക് നയിച്ചിട്ടുണ്ട്. ആ തെറ്റായ ദിശകളിൽ നിന്നൊക്കെ പിന്മാറ്റം ഉറപ്പുവരുത്തി അള്ളാഹുവിലേക്കൊന്ന് മുഖം കൊടുക്കുവാൻ, അള്ളാഹ്ക്ക് നേരെ ഒന്ന് തിരിഞ്ഞു നിൽക്കുവാൻ ഉള്ള അസുലഭമായ ജീവിതത്തിലെ സന്ദർഭങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത്. നമ്മൾ ഒരാരാധനകളുടെ ഒരു വലിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് റമദാനോടുകൂടി നമ്മൾ കടന്നെത്തും. ആ സന്ദർഭത്തെ സവിശേഷമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നല്ല ജാഗ്രതയും
ഉണ്ടാവണം, നല്ല കരുതലുണ്ടാവണം, നല്ല ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും അതിന് വേണം. അതൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുക. ആ ഇച്ഛാശക്തി കൊണ്ട്, ആ ദൃഢനിശ്ചയം കൊണ്ട് അള്ളാന്റെ പ്രീതിയും പൊരുത്തവും പരലോകമോക്ഷവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.